കസ്റ്റംസ് ഉദ്യോഗസ്ഥരുൾപ്പെട്ട സ്വർണ്ണക്കടത്ത് ഹവാല ബിനാമി ഇടപാടുകൾ തടയാൻ വിമാനത്താവളങ്ങൾക്ക് അകത്ത് കയറുള്ള പരിശോധനയ്ക്ക് വിജിലൻസ് നീക്കം. ഇതിനായി വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് പാസ് അനുവദിക്കണമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയോട് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ആവശ്യപ്പെട്ടു. വിമാനത്താവളങ്ങളിലെ സ്വർണ്ണക്കടത്തിൽ ഒരു വിഭാഗം കസ്റ്റംസുകാർക്ക് പങ്കുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിലും ഹരിയാനയിലും പഞ്ചാബിലും കസ്റ്റംസ് ഓഫീസുകളിലും ക്വാർട്ടേഴ്സുകളിലും അടക്കം 9 ഇടങ്ങളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. കോഴിക്കോട്, കൊച്ചി കസ്റ്റംസ് ക്വാർട്ടേഴ്സുകളും ഓഫീസുകളും പരിശോധിച്ചു. വിജിലൻസ് കോടതിയുടെ വാറണ്ടോടെയും ഹരിയാന, പഞ്ചാബ് പോലീസുകളുടെ സഹകരണത്തോടെയും നടത്തിയ റെയ്ഡുകളിൽ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിരുന്നു. ഈ നടപടികളിൽ നീരസം അറിയിച്ച ചീഫ് കസ്റ്റംസ് കമ്മീഷണർ മനോജ് അറോറ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കത്ത് നൽകിയിരുന്നു. കത്ത് കണ്ടിട്ടില്ലെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ തുടരുമെന്നും യോഗേഷ് ഗുപ്ത പറഞ്ഞു. CISF, RPF, കേന്ദ്ര ബാങ്കുകൾ, ലേബർ, GST എന്നിവയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അഴിമതി കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാലയളവ് കൊണ്ട് കസ്റ്റംസ് കാണാതെ പോയത് 147.78 കിലോഗ്രാം സ്വർണ്ണമാണ്. ഇത് 5 വർഷത്തിനിടെ പോലീസ് പിടികൂടിയതാണ്. എയർപോർട്ടിലെ കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പുറത്തെത്തിച്ചതാണിത്. കൂടാതെ 188 കേസും എടുത്തു. 15 കോടി ഹവാല പണവും പിടിച്ചിട്ടുണ്ട്. കസ്റ്റംസുകാരുടെ അഴിമതികൾ CBI പിടികൂടുകയായിരുന്നു. പക്ഷേ കേസെടുക്കാൻ CBIക്ക് നൽകിയിരുന്ന പൊതു അനുമതി കേരളം പിൻവലിച്ചതിനാൽ ഓരോ കേസിനും സർക്കാരിന്റെ അനുമതി തേടേണ്ടി വന്നു. സ്വർണ്ണക്കടത്ത് കൈയോടെ പിടിച്ചിട്ടും കരിപ്പൂരിലെ കസ്റ്റംസുകാർക്കെതിരെ കേസെടുക്കാനുള്ള അനുമതി കിട്ടിയില്ല. ഇതോടെ വിമാനത്താവളങ്ങളിലെ പരിശോധന CBI അവസാനിപ്പിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് അനുമതി തേടിയത്. മാത്രമല്ല, കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി കേസുകൾ CBIയോ കേന്ദ്ര ഏജൻസികളോ അന്വേഷിക്കുന്നതായിരുന്നു പതിവ്. ഇവർക്കെതിരെ കേസെടുക്കാനും കുറ്റപത്രം നൽകാനും വിജിലൻസിനും അധികാരമുണ്ടെന്ന് 2023 ഓഗസ്റ്റിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. കേന്ദ്ര ജീവനക്കാർ സംസ്ഥാനത്ത് നടത്തുന്ന അഴിമതികളുടെ അന്വേഷണവും വിജിലൻസിന്റെ ചുമതലകളിൽ വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു.